ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 9ാമത് റായ്സീന സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ് ന്യൂഡൽഹിയിലെത്തി. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. ബ്രസീലിൽ ആരംഭിക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. ബഹുഭാഷാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിലൂന്നി ഇന്ന് ലോക മാതൃഭാഷാ ദിനാചരണം. സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് അരുണാചലിൽ തുടക്കം. കേരളം ഇന്നുച്ചയ്ക്ക് അസമിനെ നേരിടും. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔപചാരികമായ സ്വീകരണം നൽകും. മുതിർന്ന ഉദ്യോഗസ്ഥരും ഉന്നതതല വ്യാവസായിക പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മിറ്റ്സോതാക്കിസും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഏഥൻസിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഗ്രീസ് പ്രധാനമന്ത്രി മുംബൈയും സന്ദർശിക്കും. 9ാമത് റായ്സീന സംഭാഷണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ തുടക്കം കുറിക്കും. ഉദ്ഘാടന പരിപാടിയിൽ ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ് മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തും. വിശദാംശങ്ങളിലേക്ക്. മന്ത്രിമാർ, മുൻ രാഷ്ട്രത്തലവന്മാർ, സൈനിക മേധാവികൾ, മാധ്യമ, അക്കാദമിക, സ്വകാര്യ മേഖലകളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 3 ദിവസത്തെ റായ്സീന സംഭാഷണത്തിന്റെ ഭാഗമാകും. ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ലിയോൺബോ ഡിയൻ ദുംഖേൽ, ലിത്വാനിയൻ വിദേശകാര്യമന്ത്രി ഗബ്രിയേലിയസ് ലാൻഡ്സ്ബർഗീസ്, എസ്തോണിയയുടെ വിദേശകാര്യമന്ത്രി മർഗസ് സാഖ്ന എന്നിവരുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുക്കും. ജിയോ പൊളിറ്റിക്സ്, ജിയോ ഇക്കണോമിക്സ് എന്നിവ സംബന്ധിച്ച് ഇന്ത്യ സംഘടിപ്പിക്കുന്ന സുപ്രധാന സമ്മേളനമാണ് റായ്സീന സംഭാഷണം. അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുകയെന്നതാണ് സംഭാഷണം കൊണ്ടുദ്ദേശിക്കുന്നത്. ചതുരംഗ, സംഘർഷം, മത്സരം, സഹകരണം, സൃഷ്ടി എന്നതാണ് ഇത്തവണത്തെ റായ്സീന സംഭാഷണത്തിന്റെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, സോണിയാഗാന്ധി എന്നിവരുൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഇന്നലെ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ ഉച്ചയ്ക്ക് അവസാനിച്ചതിനു ശേഷം മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഇല്ലാത്തതിനാലാണ് ഫലം പ്രഖ്യാപിച്ചത്. മറ്റ് 3 BJP നേതാക്കൾക്കൊപ്പം ഗുജറാത്തിൽ നിന്നാണ് BJP അധ്യക്ഷൻ JP നദ്ദ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2 BJD നേതാക്കൾക്കൊപ്പം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് BJDയുടെ പിന്തുണയോടെ ഒഡീഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി L മുരുകൻ ഉൾപ്പെടെ 5 പേരാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും 2 BJP സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ രാജസ്ഥാനിൽ നിന്ന് 3 പേരാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ നിന്ന് 6 പേരും എതിരില്ലാതെ ഇന്നലെ തിരഞ്ഞെടുക്കപ്പെട്ടു. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം 27-ന് നടക്കും. കർഷക പ്രക്ഷോഭത്തിൽ ചർച്ചയിലൂടെ സമാധാനപരമായി പരിഹാരം കാണണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട. കേന്ദ്ര നിർദ്ദേശങ്ങൾ കർഷകർ തൃപ്തരല്ലെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ചർച്ച തുടരണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിളകൾക്ക് താങ്ങുവില നിയമം ഉറപ്പാക്കണമെന്ന കർഷകരുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർഷകർ പ്രക്ഷോഭം നടത്തുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ആരംഭിക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ന് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും. G20 അധ്യക്ഷ പദവി ബ്രസീൽ ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ മന്ത്രിതല യോഗമാണിത്. കഴിഞ്ഞ ഡിസംബറിലാണ് ബ്രസീൽ ഇന്ത്യയിൽ നിന്ന് G20 അധ്യക്ഷ പദം ഏറ്റെടുത്തത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. വയനാടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ വയനാട് കളക്ടറേറ്റിൽ ജില്ലാ ഭരണകൂടവുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായും കേന്ദ്രമന്ത്രി ഉന്നതതല യോഗം ചേരും. കൂടാതെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു യോഗത്തിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. എല്ലാ ദുരന്ത മേഖലകളിലും ഇടപെടാൻ കഴിയുന്ന രീതിയിൽ അഗ്നിരക്ഷാ സേനയെ സജ്ജമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ മട്ടന്നൂരിൽ അഗ്നിരക്ഷാ നിലയത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 23 തദ്ദേശ വാർഡുകളിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഇന്ന് ലോക മാതൃഭാഷാ ദിനം. 1952 ഫെബ്രുവരി 21 ബംഗാളി ഭാഷാ പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധ സമരത്തിലുണ്ടായ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത്. 1999 യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ബഹുഭാഷാ വിദ്യാഭ്യാസം തലമുറകൾ തമ്മിലുള്ള പഠനത്തിന്റെ ഒരു സ്തംഭമാണ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് 2024 ശ്രദ്ധേയമായ സാന്നിധ്യമായി ഇന്ത്യ. 350-ലധികം ഇന്ത്യൻ കമ്പനികളാണ് ഗൾഫ് ഫുഡ് പ്രദർശനമേളയിൽ പങ്കാളികളാകുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പവലിയനിൽ സ്റ്റാർട്ടപ്പുകൾ മുതൽ MSMEകൾ വരെ 70-ലധികം പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 19 ആരംഭിച്ച മേള വെള്ളിയാഴ്ച സമാപിക്കും. മറാത്ത സംവരണ ബിൽ പാസാക്കി മഹാരാഷ്ട്ര സർക്കാർ. വിദ്യാഭ്യാസത്തിലും ജോലിയിലും മറാത്ത സമുദായത്തിന് 10% സംവരണം ഉറപ്പാക്കുന്നതിനാണ് ബിൽ. മറാത്ത സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ അന്വേഷിക്കാൻ നിയോഗിച്ച ഗേക്വാദ് കമ്മീഷൻ റിപ്പോർട്ട് മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചു. മറാത്ത സമുദായ സംവരണങ്ങൾ റദ്ദാക്കിയ സമയത്ത് സുപ്രീം കോടതി ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് ബിൽ പരിഷ്കരിച്ചതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനോട് കോടതിയിൽ ഹാജരായി കീഴടങ്ങാൻ ആവശ്യപ്പെടുമെന്ന് കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റം, ഭൂമി കയ്യേറ്റം തുടങ്ങിയ കേസുകളിൽ പ്രതിയായാണ് ഷെയ്ഖ് ഷാജഹാൻ. രാജ്യത്തെ നിരവധിയിടങ്ങളിൽ സജ്ജീകരിച്ച അത്യാധുനിക ഭിന്നശേഷി പുനരധിവാസ സൌകര്യങ്ങൾ ഇന്ന് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ദിവ്യാംഗരെ ഉൾക്കൊള്ളാനും ശാക്തീകരിക്കാനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗസയിലെ അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അൾജീരിയ മുന്നോട്ടുവച്ച പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ USA വീറ്റോ ചെയ്തു. 15 സുരക്ഷാ കൌൺസിൽ അംഗങ്ങളിൽ 13 പേർ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഗസയിലെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്മേൽ USAയുടെ 3ാം വീറ്റോയാണിത്. സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കേരളം ഉച്ചയ്ക്ക് 2:30 അസാമിനെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ. 8ാം കിരീടം ലക്ഷ്യമിട്ടുള്ള കേരളത്തിന്റെ പോരാട്ടങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 അരുണാചൽ പ്രദേശിലെ UPA ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയത്തിൽ തുടക്കമാവുകയാണ്. കരുത്തരായ അസമാണ് എതിരാളികൾ. ഗോവ, മേഘാലയ, അരുണാചൽ പ്രദേശ് സർവീസസ് തുടങ്ങിയ മികച്ചവർ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറണമെങ്കിൽ വിജയത്തോടെ തുടങ്ങണമെന്ന ഉറച്ച നിശ്ചയത്തിലാണ് പരിശീലകൻ സജീവൻ ബാലനും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടും. ആക്രമണത്തിന് പ്രാമുഖ്യം നൽകിയായിരിക്കും കേരളത്തിന്റെ കുട്ടികൾ കളത്തിലെത്തുക. അതേസമയം പ്രതിരോധത്തിൽ പഴുതടച്ച എതിരാളികളെ പിടിച്ചു നിർത്താനും ശ്രമിക്കും. അസം നിസ്സാരക്കാരല്ല. യോഗ്യതാ ഘട്ടത്തിൽ ഗോൾ വർഷിച്ചാണ് അവരെത്തുന്നത്. IPL ക്രിക്കറ്റിന്റെ 17ാം പതിപ്പ് അടുത്ത മാസം 22 മുതൽ തുടങ്ങുമെന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചെയർമാൻ അരുൺ ധുമാൽ അറിയിച്ചു. ആദ്യത്തെ 10 ദിവസത്തെ ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ബാക്കിയുള്ള മത്സരങ്ങളുടെ പട്ടിക പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. മിസോറാം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ രൂപീകരണ ദിനം കൊഹിമ രാജ്ഭവനിൽ ആഘോഷിച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പരിപാടിയുടെ ഭാഗമായാണ് ആഘോഷം സംഘടിപ്പിച്ചത്. നാഗാലാന്റ് ഗവർണർ ലാ ഗണേഷിനൊപ്പം കൊഹിമയിൽ താമസിക്കുന്ന മിസോ വിഭാഗക്കാരും അരുണാചൽ പ്രദേശിലെ പൌരന്മാരും ആഘോഷത്തിൽ പങ്കെടുത്തു. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് കേന്ദ്രത്തിന് നിവേദനം നൽകി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനാണ് N. ഹരിദാസ് നിവേദനം നൽകിയത്. ഫ്രഞ്ച് സെനറ്റ് പ്രസിഡന്റ് ജെറാഡ് ലാച്ചറുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പ്രതിനിധി സംഘവുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി ആഗോള വിഷയങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് ഫലപ്രദമായ ചർച്ച നടന്നതായി സമൂഹമാധ്യമത്തിൽ ശ്രീ ജയശങ്കർ കുറിച്ചു. കാനഡയിലെ സസ്കാച്ചവൻ പ്രവിശ്യ പ്രധാനമന്ത്രി സ്കോട്ട് മോയുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുമായുള്ള പങ്കാളിത്തത്തിന് സ്കോട്ട് മോ നൽകുന്ന ശക്തമായ പിന്തുണയെ അഭിനന്ദിച്ച വിദേശകാര്യമന്ത്രി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 9ാമത് റായ്സീന സംഭാഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഗ്രീസ് പ്രധാനമന്ത്രി കിരിയാക്കോസ് മിറ്റ്സോതാക്കിസ് ന്യൂഡൽഹിയിലെത്തി. വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് വയനാട് സന്ദർശിക്കും. ബ്രസീലിൽ ആരംഭിക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ പങ്കെടുക്കും. ബഹുഭാഷാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിലൂന്നി ഇന്ന് ലോക മാതൃഭാഷാ ദിനാചരണം. സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് അരുണാചലിൽ തുടക്കം. കേരളം ഇന്നുച്ചയ്ക്ക് അസാമിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.